അകമെല്ലാം വെന്ത് നല്ല സോഫ്റ്റായ നല്ല വടയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും നമസ്കാരം. ഇന്നൊരു പുതുമയുള്ള ഒരു വടയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതിന്. അതിന് അരക്കപ്പ് ഉഴുന്നിട്ടു, അരക്കപ്പ് ചെറുപയർ, അരക്കപ്പ് വടപ്പരിപ്പ്, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകുക. നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് ഇങ്ങനെ ഞരടി കഴുകിയതിന് ശേഷം 3-4 പ്രാവശ്യം കഴുകുക. കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ എണീക്കുമ്പം തന്നെ ഇത് ഇടുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി നമ്മുടെ അടുക്കള മറ്റുള്ള പാചകത്തിൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വളരെയധികം എണ്ണ കുടിച്ചതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ഒട്ടുമേ എണ്ണ കുടിക്കത്തില്ല. ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാവൂ, എണ്ണ ശകലം പോലും എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണിത്. എണ്ണയിലാണ് വറുത്തെടുക്കുന്നതെങ്കിൽ എണ്ണ ഒട്ടുമേ കുടിക്കാത്തതാണ്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ഒരു അരിപ്പയിൽ, തേങ്ങാപ്പാൽ അരിക്കുന്ന അരിപ്പയിൽ വെച്ച് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അത്രയും മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം ഒരു നല്ലവണ്ണം അരച്ചെടുക്കുക. അരയ്ക്കുക, തരിതരിപ്പൊന്നും വേണ്ട, നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ച് എടുക്കണം. 4 മണിക്കൂറൊക്കെ കുതിരുമ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ്. വെള്ളം ഒഴിക്കാത്ത കാരണം കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കരുത്. ഇങ്ങനെ ഒന്ന് നിർത്തി അരയ്ക്കുക. നിർത്തി അടപ്പ് മിക്സി ഓഫ് ചെയ്തിട്ട് അടപ്പ് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം അരച്ചിട്ടുണ്ടെന്ന് നോക്കി നിർത്തി തൈര് കടയുന്നത് പോലെ നിർത്തി അടപ്പ് തുറന്ന് നോക്കണ്ട, നിർത്തി അരയ്ക്കാവുന്നതാണ്. പൊങ്ങിയൊന്നും വരത്തില്ല. നിർത്തി അരയ്ക്കാം. ഇതുപോലെ നല്ലവണ്ണം അരഞ്ഞ് കിട്ടുന്നതാണ്. കണ്ടോ, നല്ലവണ്ണം. മറ്റുള്ള പരിപ്പ് വട, ഉഴുന്ന് വട അതിനൊക്കെ കാലം നല്ല സ്വാദാണ്. ഇതുപോലെ ഒരു വ്യത്യസ്തമായ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ മാവ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കരുത്, ഒട്ടുമേ വെള്ളം ചേർക്കണ്ട. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം 20 ചുവന്ന ചെറിയ ഉള്ളി 20 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, പച്ചമുളക് ഒരു 4 എണ്ണം, എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാവുന്നതാണ്. ഇത്രയും 3 എണ്ണം നല്ല ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് മാതിരി ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല സ്വാദാണ്. കറിവേപ്പിലയും കൂടി ഇട്ടാൽ, കറിവേപ്പില ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഇളക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഉപ്പ് ഇട്ടാണ് അരച്ചത്. നേരത്തെ കാണിച്ചതുപോലെ ഉപ്പിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ കൈകൊണ്ട് ഇളക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താലേ നല്ല പുതുതാന്ന് വരത്തുള്ളൂ. നല്ല ഇതുപോലെ മാവ് നല്ല ഇളക്കി വരുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് ഇളക്കി വരുമ്പോൾ നല്ല പുതുതാന്നിരിക്കും. 1/2 ടീസ്പൂൺ ഉപ്പാണ് നേരത്തെ ചേർത്ത് അരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് നേരത്തെ ചക്ക ചിപ്സ് വറുത്ത എണ്ണയാണ് ഇട്ടത്. വെളിച്ചെണ്ണയാണ് ചക്ക ചിപ്സ് വറുത്ത, അതാണ് കളർ മാറിയിരിക്കുന്നത്. എന്നിട്ട് കൈ നല്ലവണ്ണം നനയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ നല്ലവണ്ണം നനച്ചതിന് ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, കയ്യിൽ മാവാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് ഉരുളകളാക്കുക. വെച്ച് ഇങ്ങനെ നമ്മൾ ചോറ് ഉരുളാക്കും പോലെ ഉരുളകളാക്കിയതിന് ശേഷം ചൂണ്ടുവിരൽ ഉപയോഗിച്ച് വെള്ളത്തിൽ ചൂണ്ടുവിരൽ മുക്കിയതിന് ശേഷം നടുക്കൊരു ഹോളിടുക. അപ്പം ഇത് കോപ്പർ ബോട്ടം പാത്രമാണ്, ചീനച്ചട്ടി. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം എണ്ണ ചൂടാക്കിയതിന് ശേഷമാണ് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഈ വട ഇട്ടതാണ്. ഇതുപോലെ ഉരുളകളാക്കി നടുക്ക് ദോരയിട്ട് ഇങ്ങനെ ഇട്ടതാണ്. എണ്ണ നല്ലവണ്ണം ചൂടായാൽ മാത്രമേ ഇത് ഇടാവൂ, അല്ലെങ്കിൽ പിന്നെ നല്ലവണ്ണം മൂക്കത്തില്ല. അതുകൊണ്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കുക. മറ്റുള്ള പാത്രമാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായി കണ്ടോ, അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്ക് ഉഴുന്ന് വട
വട പൊങ്ങി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ നല്ലവണ്ണം എല്ലാ ഭാഗവും അകം എല്ലാം വേഗത്തുള്ളൂ. ഇത് മറ്റ് സാധാരണ പരിപ്പും ഉഴുന്ന് ഇത് മാത്രം ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ സ്വാദാണ് ഈ 3 പരിപ്പും കൂടി ഇടുന്നിട്ട് ഉണ്ടാക്കുന്നത്. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ ഇത് നമുക്ക് പിന്നെയും നമ്മൾ ഉണ്ടാക്കി കഴിച്ചു. അത്രയ്ക്ക് സ്വാദാണ് ഇതുപോലത്തെ വട. എണ്ണ പോലും കുടിക്കത്തില്ല, എണ്ണ അധികമൊന്നും കുടിക്കത്തില്ല. ഇതുപോലെ കളർ ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്കും ഒരു ചുവന്ന കളർ വരുമ്പോഴേക്കും നമുക്ക് കോരി എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കാവുന്നതാണ്. കണ്ടോ, അല്ല അത് പിന്നീട് ഇട്ടതാണ്, അതുകൊണ്ട് കളർ കുറച്ചും കൂടി ഇത് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയും ചെയ്യരുതെങ്കിൽ കരിഞ്ഞു പോകും. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ചൂട് വടയാണ് ഉണ്ടാക്കി കാണിച്ചത്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. അകമെല്ലാം വെന്ത് നല്ല സോഫ്റ്റായ നല്ല വടയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് എന്നെ ഇതിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. മഴയത്ത് നല്ല ചൂട് വടയൊക്കെ നമുക്ക് എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടോ, എണ്ണ ഒന്നും കയ്യിലായിട്ടില്ല. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.